ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചായ ആയാലോ, ഒന്ന് സ്പെഷ്യലാക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബദാമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി, നല്ല രസമുള്ള ചായയാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് 1 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു 1.25 ഗ്ലാസ്സോളം പാലുമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് എന്നാൽ തികച്ചുണ്ടാവുള്ളൂ. കാരണം നമ്മൾ തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ വറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് 2 ഗ്ലാസ് എടുത്താലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു 3-4 ഉണക്ക കുരുമുളക് ഉണ്ടാവില്ലേ, കറുത്ത കുരുമുളക്, അതും എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു പട്ടൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളെ അളവും ചെറുതായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചുള്ളല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മളെ ഇഞ്ചി ഇതൊക്കെ ചതക്കണം അതിലൊഴിച്ചൊന്ന് ചതച്ചെടുക്കണുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ, കുറേയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതുപോലെ ചതച്ചതും കൂടി നമുക്ക് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെക്കുക. ഇനി ഈ പാലും ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളെ പൊടി ഇട്ട് കൊടുക്കുക. നമ്മളെ പൊടി, ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂണ്, ചെറിയ ടീസ്പൂണിൽ 2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കടുപ്പ് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓരോ ചായപ്പൊടി ഓരോ കമ്പനി നമ്മൾ വാങ്ങുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചായൻ്റെ കടുപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് അരിച്ചെടുക്കണം. അപ്പോൾ വേറൊരു പാത്രത്തേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിക്ക് ഓരോ ഗ്ലാസ് നമ്മൾ എത്ര ഗ്ലാസ് എടുക്കണം അതിനനുസരിച്ച് ആ ഗ്ലാസ്സിക്ക് ഓരോ സ്പൂണ് നമ്മളെ ബദാമിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചായയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ബദാം എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞങ്ങാണ്ട് പൊടിച്ച് വെക്കാമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ് കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങളത് പൊടിച്ച് വെച്ച ബദാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കൊടുക്കണ പൊടിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പാലിലേക്ക് നമ്മൾ ഗ്രാമ്പും പട്ടി ഏലക്കായൊക്കെ ഇട്ടില്ലേ, ആ സമയത്ത് അത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂണ് ബദാമും കൂടി മിക്സിയിലൊന്നാണ് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ ഈ ചായപ്പൊടി ചണ്ടി നമ്മൾ ഊറ്റി കളയുമ്പോൾ ആ ബദാം ഇട്ടതും നമ്മൾ ഊറ്റി കളയേണ്ടി വരില്ലേ. അപ്പോൾ അതിക്കും നല്ലത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഇട്ടിളക്കണേണ്. നല്ലൊരു ടേസ്റ്റുള്ള ചായ ഉണ്ടത്. ഞാൻ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക, അതൊന്നും ഇപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതേണ്ട, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ.